ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതിൻ്റെ മേളിലൊന്നും കയറിയില്ല. നമ്മളന്നൊരു കമ്പും കൊണ്ടാണ് നടന്നത്. അപ്പം നമ്മളെ ഇന്ന് കിലോമീറ്ററുകൾ നീളുന്ന ഒരു ഫുൾ ഡേ സൈക്കിൾ ട്രിപ്പിന് പോവാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ കാറിനോ അല്ലെങ്കിൽ ട്രെയിനിനോ പോയാൽ നമ്മുടെ അടുത്തുള്ള സ്ഥലം. സൈക്കിളിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കിലോമീറ്ററുകൾ നീളുന്ന ഒരു യാത്ര. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെയാണ് ആദ്യമേ തന്നെ നമ്മൾ വഴിയിൽ നിന്ന് കളക്ട് ചെയ്തത്. ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വഴിയിലുടനീളം ആപ്പിൾ ഇങ്ങനെ നിൽക്കുമായിരിക്കും. ആരുടെയെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കയറി ആപ്പിളൊക്കെ പറിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചീത്തയും കേൾക്കും, ചീത്തപ്പേരും ആകും കേട്ടോ. നമ്മൾ വഴിയിൽ നിന്ന് ആർക്കും വേണ്ടാതെ നിലത്ത് വീണ് പോകുന്ന സാധനങ്ങളൊക്കെയാണ് പറിച്ചു തിന്നത്. ആപ്പിള് മാത്രമല്ല കേട്ടോ, പേര്, വഴിയിൽ ഇങ്ങനെ വേലിക്കലേക്ക് നിൽക്കുന്ന ബ്ലാക്ക്ബെറി, പിന്നെ പേലറിയാത്ത പല ഫ്രൂട്ടുകളും അങ്ങനെ നമുക്ക് കഴിച്ച് നടക്കാം. കഴിക്കുന്നവരൊക്കെ സ്വന്തം റിസ്കിൽ കഴിക്കണം കേട്ടോ. ഏതൊക്കെയാ നല്ലത് ഏതൊക്കെയാ കൊള്ളില്ലാത്തതെന്ന് എനിക്ക് വലിയ വശമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഫുള്ളേ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഗ്രാമീണ ഭംഗിയായിരിക്കും കേട്ടോ കാണുന്നത്. നമ്മളിന്ന് കടന്നു പോകുന്ന വഴികളിൽ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, ബ്രിക്സ്റ്റൺ. വില്ലേജിന്റെ പേര് കറക്റ്റ് ആണോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എനിവേ അത് ഇംഗ്ലണ്ടിലെ ഏറ്റവും നീളം കൂടിയ വില്ലേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോയിലുടനീളം ഇംഗ്ലണ്ടിന്റെ കാണാത്ത വശങ്ങളായിരിക്കും കാണുന്നത്. സാധാരണ നമ്മൾ ലണ്ടനോ മാഞ്ചസ്റ്ററോ അങ്ങനെയുള്ള സിറ്റികളും അതിന്റെ ഭംഗികളും ആയിരിക്കുമല്ലോ കാണുന്നത്. അപ്പോൾ UK നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഗ്രാമവും അതിലെ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോയിലെ അവസാനം വരെ കണ്ടോളൂ കേട്ടോ. ഈ ബോർഡില് ചിപ്പനാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് 12 മൈൽസ് എന്ന് കാണിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു സൺഫ്ലവർ ഫീൽഡിൽ നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങോട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ പോകാനായിട്ടിരുന്നത്. പിന്നെ കാസൽ കോംബ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലെ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ഉണ്ട്. അവിടെ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അവിടെയും കൂടെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ സൈക്കിൾ ജേർണിക്ക് ഗൂഗിൾ പറഞ്ഞത് 1 മണിക്കൂർ 55 മിനിറ്റ് എന്നാണ് കേട്ടോ. അത് ഫുള്ള് ഓൺ റോഡിലൂടെയാണ്, അതായത് വേറെ വണ്ടികളും കൂടെ ഓടുന്ന റോഡിൽ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഓഫ് റോഡ് പോയ യാത്ര ഒന്നുകൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. ഓഫ് റോഡ് ഇതിന്റെ പകുതി ദൂരത്തോളം നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ മണിക്കൂറുകൾ കൂടും. അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ നന്നാവും. എൻ്റെ സൈക്കിൾ അത്ര പോരാ കേട്ടോ. ഞാനിവിടെ വന്ന സമയത്ത് ഒരു 60 പൗണ്ട് കൊടുത്തൊരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സൈക്കിളാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ മടി കാരണം മാറ്റി വെച്ചത്. അപ്പൊ നല്ലൊരു അടിപൊളി ഓഫ് റോഡ് സൈക്കിളും അതിന് തക്കതായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഇവിടുത്തെ ഓഫ് റോഡ് സൈക്ലിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷൻ ഓഫ് എന്റർടൈൻമെന്റ്. അപ്പൊ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞ 1 മണിക്കൂർ 55 മിനിറ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സൈക്ലിംഗ് ചെയ്യുമ്പോഴാട്ടോ. നമ്മളെ പോലെ ഇതുപോലെ ഇടയ്ക്ക് ഇരുന്ന് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ചെല്ലാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ സൈക്ലിംഗ് കമ്പാനിയൻസിനെ മെയിൻ ആയിട്ട് സ്ലോ ഡൗൺ ചെയ്യിക്കുന്ന ആള് ഞാനാണ് കേട്ടോ. എനിക്ക് കയറ്റമൊക്കെ എത്തുമ്പോൾ കുറെ ദൂരം ഞാൻ ഉന്തും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി വീഡിയോസ് എടുത്തോണ്ടിരിക്കും. അത് നമ്മുടെ സൈക്ലിംഗ് ജേർണിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പക്ഷെ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നിർത്തി വീഡിയോസ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അത്. നമ്മളിപ്പോൾ സൺഫ്ലവർ ഫീൽഡിന്റെ അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇവിടേക്ക് എൻട്രി ടിക്കറ്റ് ഒന്നും ഇല്ല, എൻട്രി ഫ്രീ ആണ്. പക്ഷെ അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നവരൊക്കെ പരമാവധി ഒരു തണ്ട് പൂവെങ്കിലും പറിക്കാന്ന. ഒരു തണ്ടിന് 2 pounds ആണ് വില. നമ്മളെന്തായാലും പൂവൊന്നും പറിച്ചില്ല. ഇത്രയും വലിയ തണ്ടുപടി കൊണ്ടുപോയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പോരാത്തതിന് സൈക്കിളെ വിട്ടി പോകുമ്പോൾ നമുക്ക് ഈ പൂവും ക്യാരി ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടുമായിരിക്കും. അതുകൊണ്ട് തന്നെ പൂക്കൾ പറിക്കുന്നത് നമ്മൾ ഒഴിവാക്കി അവിടെ പോയി കണ്ടു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, സന്തോഷം. ഇനി അടുത്ത സ്ഥലത്തേക്ക്.
അങ്ങനെ നമ്മൾ സൺഫ്ലവർ ഫീൽഡിൽ എത്തിയിട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് സൺഫ്ലവർ ഫീൽഡ്. ഞാൻ എക്സ്ട്രാ ഒരു ഉടുപ്പൊക്കെ കൊണ്ടായിരുന്നു വന്നത് ഇവിടെ വന്ന് മാറ്റി ഫോട്ടോ എടുക്കാനായിട്ട്. നമ്മളെ സൺഫ്ലവർ ഫീൽഡിലൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പോകുമ്പോൾ നല്ല വെള്ള കളർ ഉടുപ്പുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ ഉടുപ്പ് അത്ര പോയായിരുന്നു. ഞാൻ പിന്നെ സൈക്ലിങ്ങിന് പോയത് കൊണ്ട് അതിനായിട്ടുള്ള ഡ്രസ്സായിട്ടായിരുന്നു പോയത്. പിന്നെ അവിടെ ചെന്ന് ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഉടുപ്പ് എടുത്തു എന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അത് ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പം നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോവാണ് കേട്ടോ. സൺഫ്ലവർ ഫീൽഡിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പിലെ ചെറിയൊരു കൗണ്ടർ കാണുന്നുണ്ടല്ലോ, അവിടെ പോയാണ് നമ്മൾ ഇവിടുന്ന് പറിക്കുന്ന പൂക്കളുടെയൊക്കെ പൈസ കൊടുക്കേണ്ടത് കേട്ടോ. ഇന്ന് അത്യാവശ്യം വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വെയിലൊന്നും ഉണ്ടായില്ല. പക്ഷെ വഴിയിൽ ഇറങ്ങിയപ്പോൾ നല്ല വെയിൽ തുടങ്ങി. അതുകൊണ്ട് ഒരിടത്തും അധികം സമയം നിൽക്കാൻ പറ്റിയില്ല. ഇത് വേണ്ട നമ്മൾ യാദൃശികമായിട്ട് കണ്ടുമുട്ടിയൊരു സ്ഥലമാണ്. കടന്നു പോകുന്ന വഴിക്ക് റേസിംഗ് കാർസ് റേസ് ചെയ്യുന്ന സൗണ്ട് കേട്ടു. അങ്ങനെ നമ്മൾ ആ ഒരു കോമ്പൗണ്ടിൽ കയറി നോക്കിയതാണ്. ഇവിടെ വിന്റേജ് സ്റ്റൈലും അതുപോലെ തന്നെ ഭയങ്കര പോഷായിട്ട് നമ്മളെ കൊണ്ട് ഊഹിക്കാൻ പറ്റാവുന്നത്ര നമ്പറുകൾ വില വരുന്ന കാറുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന ആളുകൾ നിരത്തിയിട്ട് അതിന്റെ ഒരു എക്സിബിഷൻ പോലെയോ അല്ലെങ്കിൽ റേസിംഗ് പോലെയോ എന്നൊക്കെ പറയാം. ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിൽ റേസിംഗും നടക്കുന്നുണ്ടായിരുന്നു. വിൻറ്റേജ് സ്റ്റൈലായിട്ടുള്ള കാറുകളും അതുപോലെ തന്നെ വേറെ വണ്ടികളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചേക്കുന്നൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയൊരു ഇവന്റ് ആയിരുന്നു കേട്ടോ. ഈവന്റ് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടോന്നോ എപ്പോഴൊക്കെയാണ് നടക്കുന്നതെന്നോ ഒന്നും അറിയില്ല. നമ്മൾ യാദൃശ്ചികമായിട്ട് അങ്ങനെ ഒരു റേസിങ്ങിന്റെ സൗണ്ട് കേട്ടതുകൊണ്ട് ഈ ഗ്രൗണ്ടിലേക്ക് എൻട്രി ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയില്ല. എങ്കിലും വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാ. ഈ ഒരു യാത്ര കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ലപോലെ ടയേർഡായിരുന്നു കേട്ടോ. ഒരു കീറപ്പായും പന്നത്തുണിയും എടുത്തോ എന്നുള്ള രീതിക്കാണ് വന്നത്. അപ്പ് ആൻഡ് ഡൗൺ 100 കിലോമീറ്റേഴ്സ് ആയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ സൈക്കിൾ ഔട്ട് ചെയ്ത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് നമ്മളോട് പലരും ചോദിക്കുമായിരിക്കും. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഓരോന്ന് കാണിക്കുന്ന കാണുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ തന്നെ അവരോട് അങ്ങനെ ചോദിക്കാറുണ്ട്, ആരെങ്കിലും നിർബന്ധിച്ചിട്ട് പോകുന്നതാണോ നിങ്ങൾ ഇതിന്? ഈ സൈക്കിൾ വല്ല വഴിയിലും വെച്ചിട്ട് ബസ് പിടിച്ച് കയറി പോയാലോ എന്ന് വരെ ഇടയ്ക്ക് ഞാൻ ആലോചിച്ചായിരുന്നു കേട്ടോ. പക്ഷെ വേറെ ആർക്കും കേട്ടാൽ വലിയ അച്ചീവ്മെന്റ് ആയിട്ടൊന്നും തോന്നിയില്ലെങ്കിലും നമ്മുടെ മനസ്സിന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്സ് ഒക്കെ വലിയ സന്തോഷം തരുന്നുണ്ടാവൂലേ. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഇംഗ്ലണ്ടിലെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് കാസിൽകോം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വരുന്ന വഴിയിലുള്ള വീടുകളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞപ്പം ബാക്കിയുള്ള ഏരിയയിലെ വീടുകളൊക്കെ ഇങ്ങനെ ഒരേ രീതിക്ക് ഉണ്ടാക്കി അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അതുകൊണ്ട് കാസിൽകോംബ് തന്നെ മനോഹരം എന്ന് ഞാൻ പറയില്ല. ഇംഗ്ലണ്ടിലെ വില്ലേജുകളൊക്കെ തന്നെ ഭയങ്കര ഭംഗിയുള്ളതാണ്. ഈ വീടുകൾക്കൊക്കെ ഒരുപാട് പഴക്കമുള്ളതായിരിക്കും കേട്ടോ. എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും മിക്കതും തന്നെ കാണാൻ ഭംഗിയുള്ള ഇതുപോലെ അതിപുരാതനമായ വീടുകളെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. വരുന്ന വഴിക്ക് എവിടെയോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ, 13ാം സെഞ്ചുറിയിൽ പണിത ഒരു പോസ്റ്റ് ഓഫീസും അതിന്റെ പള്ളിയിൽ നിന്ന്. പക്ഷെ അത് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബോർഡ് മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ തിരിച്ചു പോകുന്ന ക്ഷീണവും എല്ലാം കണക്കിലെടുത്തിട്ട് നമ്മൾ നിർത്തി തപ്പാനൊന്നും പോയില്ല. എന്തായാലും ഈ കാണുന്ന അതിപുരാതനമായ പഴയ വീടുകളൊക്കെ കോടികളുടെ മുതലുകളാണ് കേട്ടോ. UK വീടിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തള്ളി അങ്ങ് പുറത്തിയാടും. അത്രയ്ക്ക് വിലയാ. ഈ ഇഷ്ടിക കൂടാരങ്ങൾക്കൊക്കെ ഇത്ര വലിയ വിലയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. നാട്ടിലാണെങ്കിൽ ഇവിടെ ഒരു വീട് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ വലിയൊരു ബംഗ്ലാവോ മണിമാളികയോ ഒക്കെ പണിയാവായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ദിസ് ഈസ് ഇംഗ്ലണ്ട്. അപ്പൊ നമ്മളെ കാസിൽകോംബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അതിമനോഹരമായ വില്ലേജിനോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞ് യാത്ര തുടരുകയാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ച്. നമ്മൾ അങ്ങോട്ടേ വൺ വേ ഒരു 50 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പം തിരിച്ച് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് പോയപ്പോൾ നല്ല ക്ലൗഡി ആയിരുന്നു വെതർ, അതുകൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലായിട്ടുണ്ടെന്ന് മാത്രമല്ല കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് വീശുന്നത് ഒരു സൈഡിൽ നോക്കുമ്പോൾ ആശ്വാസമുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കാറ്റ് വീശുന്നതുകൊണ്ട് സൈക്കിൾ ചവിട്ടുമ്പോൾ മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ ഫുൾ എനർജി എടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുക. സമ്മറിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ആപ്പിളായിരിക്കും. വഴിയിലെല്ലാം ആപ്പിൾ ഉള്ളതുകൊണ്ട് സുലഭമായിട്ടുള്ളൊരു ഭക്ഷണത്തിന്റെ സോഴ്സ് അതാണ്. അപ്പോൾ വീണ്ടും ഒരു ആപ്പിളിന്റെ മരം കണ്ടതുകൊണ്ട് വഴിയിൽ നിർത്തി 1-2 ആപ്പിളൂടെ കഴിച്ചിട്ട് വയറ് നിറച്ചങ്ങ് പോകാൻ കരുതി. വെള്ളം തീർന്നതുകൊണ്ട് ഇത് നല്ലൊരു ഉപാധിയാണ്. നമ്മൾ ചവിട്ടി സ്വിൻഡിൻ്റെ ബോർഡ് കണ്ടപ്പോൾ സന്തോഷം വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ചിപ്പനാമ്പിൻ്റെ ബോർഡറൊക്കെ കടന്ന് നല്ലപോലെ ടയേർഡായിട്ടുണ്ട്. പകുതി കയറ്റമൊക്കെ ഇപ്പോൾ ഞാൻ ഉന്തി കെട്ടിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് പോയപ്പോൾ കയറ്റമൊക്കെ സിമ്പിളായിട്ട് ചവിട്ടിപ്പോയിക്കൊണ്ടിരുന്നതാണ്. എങ്ങനെയെങ്കിലും വീടെത്തുക. നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിൻ്റെയും ഫുഡിൻ്റെയൊക്കെ സപ്ലൈ തീർന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് വാങ്ങിച്ച് കഴിക്കാനായിട്ട് കടയൊന്നും ഉണ്ടായില്ല. അപ്പോൾ സ്വിൻഡിന് കയറി കഴിയുമ്പോൾ ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം. ആ ഒരേ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ പോണത്.